ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ഗ്രാമർ 2 ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പഠിച്ചു. ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച്? നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രൊപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺ. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാമത്തെ വിശേഷിപ്പിക്കുന്നത്. അഡ്വർബ് എന്ന് പറയുന്നത് ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണോ അല്ലെങ്കിൽ പ്രോനൗണോ മറ്റ് ഒബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻ കാണിക്കുന്നതാണ് പ്രൊപ്പോസിഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ബട്ട്, ഫോർ എന്നുള്ളവയൊക്കെയാണ്. ഇൻ്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം അല്ലെങ്കിൽ അതിശയം അല്ലെങ്കിൽ വാവ് അതൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പദങ്ങളാണ് ഇൻ്റർജങ്ഷൻ. പിന്നെ പഠിച്ചെന്താണ്? നൗണിൻ്റെ വകഭേദങ്ങളാണ്. നൗണിനെ എങ്ങനെ തിരിക്കാം? കൗണ്ടബിൾ നൗൺ എന്നും തിരിക്കാം, അൺകൗണ്ടബിൾ നൗൺ എന്നും തിരിക്കാം. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നാമങ്ങളാണ് കൗണ്ടബിൾ നൗൺ. എക്സാമ്പിൾ പെന്ന്, ബുക്ക്, ബാഗ് എക്സെട്ര. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് അൺകൗണ്ടബിൾ നൗൺ. അതിന് എക്സാമ്പിളാണ് ലവ്, ഓണസ്റ്റി, പെയിൻ എക്സെട്ര. ഇനി കൗണ്ടബിൾ നൗൺ തന്നെ നമ്മൾ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കോമൺ നൗൺ അല്ല, അതിനു മുമ്പ് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകമായിട്ടുള്ള പേര്, ഒരു വ്യക്തിയുടെയോ ഒരു രാജ്യത്തിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒക്കെ പ്രോപ്പറായിട്ടുള്ള പേരാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. പിന്നെയാണ് കോമൺ നൗൺ, അതായത് കോമൺ ആയിട്ടുള്ള സിമിലർ കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനുള്ള നൗണാണ് കോമൺ നൗൺ. എക്സാമ്പിളാണ് ടീച്ചർ, സ്റ്റുഡൻറ്റ്, ഡോക്ടർ, ഫാദർ, മദർ എക്സെട്ര. പിന്നെയാണ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സംതിങ് ഓർ സംബഡി, അതിനെയാണ് എന്ത് പറയുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്ന ഫാമിലി, ആർമി, കമ്മിറ്റി, ജൂറി, പാർലമെൻറ്റ് എക്സെട്ര. പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓൾസിനെയും പറയുന്ന പേരാണ് പാർലമെൻറ്റ് എന്നുള്ളത്. ഇനി അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗണിനെ എങ്ങനെ തിരിക്കാം? രണ്ടായിട്ട് തരം തിരിക്കാം. ഒന്ന് അബ്സ്ട്രാക്റ്റ് നൗൺ, പിന്നെ മെറ്റീരിയൽ നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ സാധിക്കാത്തതും എന്നാൽ നമുക്ക് അനുഭവപ്പെടുന്നതുമായ കാര്യത്തിനെ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഓണസ്റ്റി, ലവ്, പെയിൻ എക്സെട്ര. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാതെ വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു വാട്ടർ, ഓയിൽ, ഗോൾഡ്, സിൽവർ എക്സെട്ര, കോപ്പർ എക്സെട്ര. പിന്നെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമാണ് നമ്മൾ കോമൺ നൗണിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി, കോളേജ്, ചർച്ച്, മാർക്കറ്റ്, ടെമ്പിൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, കോമൺ നൗണായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവയുടെ മെയിൻ പർപ്പസിനാണ് അവിടെ പോകുന്നത് എന്ന് വെച്ചാൽ ദാ യൂസ് ചെയ്യരുത്. അതേസമയം നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്കാണ് പോകുന്നത് വെച്ചാൽ അവിടെ നമ്മൾ ദാ യൂസ് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഐ വെൻറ്റ് ടു കോളേജ് യെസ്റ്റർഡേ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പോകുന്നത് പഠിക്കാനാണ് എന്ന് മനസ്സിലാക്കാം. അതേസമയം ഐ വെൻറ്റ് ടു ദ കോളേജ് യെസ്റ്റർഡേ ടു മീറ്റ് മൈ ഫ്രണ്ട് അങ്ങനെയൊക്കെ വെക്കുന്നത് നമ്മൾ ആ മെയിൻ പർപ്പസിനല്ലാതെ സെക്കൻഡറി പർപ്പസിന് പോകുമ്പോഴാണ് നമ്മൾ അവിടെ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, അഡ്ജക്റ്റീവിൻ്റെ കൂടെ ദ എന്ന് ചേർത്താൽ അതിന് കോമൺ ആയിട്ടുള്ള നെയിമോ കോമൺ നൗണോ. എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഹീ ഈസ് എ പുവർ ബോയ്. ഇവിടെ പുവർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്. നമ്മൾ ദ പുവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട എല്ലാവരെയും ചേർത്ത് പറയുന്ന ഇതാവും കോമൺ നൗണാവും. അപ്പോൾ ദ പുവർ, ദ റിച്ച് ഇതൊക്കെ എന്താവും? കോമൺ നൗണായിട്ട് മാറും. അങ്ങനെ നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ദ എന്ന് ചേർക്കുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ നമ്മൾ വെർബ് ഉപയോഗിക്കേണ്ടത് പ്ലൂറലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതും മറക്കരുത്. സബ്ജക്റ്റ് പ്ലൂറലാവും, വെർബും പ്ലൂറലായിട്ട് വേണം യൂസ് ചെയ്യാൻ. എക്സാമ്പിൾ പറഞ്ഞുതരാം, ദ റിച്ച് എക്സ്പ്ലോയിറ്റ് ദ പുവർ. അപ്പോൾ ഇവിടെ എക്സ്പ്ലോയിറ്റ്സ് എന്ന് ഉപയോഗിക്കരുത്, എക്സ്പ്ലോയിറ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ദ പുവർ എന്ന് പറയുന്നത് കോമൺ നൗൺ, അത് പ്ലൂറലായിട്ട് വരും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സിംഗുലർ കൗണ്ടബിൾ നൗണിനെ പ്ലൂറൽ കൗണ്ടബിൾ നൗണാക്കി മാറ്റുന്നതാണ് റൂൾസാണ്. അതിൽ ആദ്യത്തേത്, നമ്മളൊരു സാധാരണ സിംഗുലർ കൗണ്ടബിൾ നൗണിനെ പ്ലൂറൽ കൗണ്ടബിൾ നൗണാക്കാൻ വേണ്ടിയിട്ട് യെസ് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. എക്സാമ്പിളാണ് പെൻ, പെൻസ്. പെന്നിനെ നമ്മൾ പ്ലൂറലാക്കി എന്ത് ചെയ്യണം? പെൻസ്. ലാസ്റ്റ് യെസ് ആഡ് ചെയ്താൽ മതി. പെൻ.
ഇതിൻ്റെ അറ്റത്ത് എസ് ചെയ്താൽ അത് പ്ലൂരലാവും. ഓക്കെ. ബുക്സ്, ടേബിൾസ്. ഇനി നമുക്ക് അടുത്ത റൂൾ നോക്കാം. ഇപ്പോൾ സിംഗുലർ കൗണ്ടബിൾ നൗൺ ലാസ്റ്റത്തെ അക്ഷരം എസ് അല്ലെങ്കിൽ എസ് എസ് അല്ലെങ്കിൽ എസ് എച്ച് അല്ലെങ്കിൽ സി എച്ച് അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ ഇസഡ് എന്നൊക്കെയാണ് വെച്ചാൽ ഈ അക്ഷരങ്ങളെ കൂടെ ഇ എസും കൂടി ചേർത്താൽ നമ്മൾക്ക് പ്ലൂരൽ കിട്ടും. എക്സാമ്പിൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. ബസ്സസ്. കണ്ടില്ലേ? ബസ്സിൻ്റെ അറ്റത്ത് എസ് ആണ്. നമ്മളൊരു ഇ എസും കൂടി ചേർത്താൽ ബസ്സസ് വരും. ബസ്സസ് എന്ന് പറയുന്നത് പ്ലൂരലാണ്. ഫോക്സസ്, ഗ്ലാസസ്, ഡിഷസ്, ബെഞ്ചസ്, ടാക്സസ്, ക്യൂസസ്. ഇങ്ങനെ നമ്മൾ ഈ എസ്, എസ് എസ്, എസ് എച്ച്, സി എച്ച്, എക്സ്, ഇസഡ് എന്നിങ്ങനെയുള്ള അക്ഷരങ്ങൾ അറ്റത്ത് വരുന്ന സമയത്ത്, സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ അറ്റത്ത് വരുന്ന സമയത്ത് അവയുടെ കൂടെ ഇ എസ് ചേർത്താൽ പ്ലൂരൽ ആക്കാൻ പറ്റും. അത് എല്ലാ വാക്കുകൾക്കും ബാധകവുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്ത റൂളാണ് റൂൾ 3. എന്താ പറയുന്നത്? ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണ് വൈ ആയിട്ട് അവസാനിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള അക്ഷരം വവ്വലാണെങ്കിൽ, വവ്വൽ പറഞ്ഞാൽ ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു അങ്ങനെയുള്ള ഇതാണ് വെച്ചാൽ അവയുടെ കൂടെ നമ്മൾ എസ് ചേർത്തിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് പ്ലൂരൽ കിട്ടും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ബോയ്. ഈ വാക്കിൽ സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ അവസാനത്തെ അക്ഷരം വൈ ആണ്. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഓയാണ്. ഓ എന്ന് പറയുന്ന ഒരു വവ്വലാണ്. അപ്പോൾ നമ്മൾ അതിനെ പ്ലൂരലാക്കാൻ എന്ത് ചെയ്തു? ലാസ്റ്റ് ഒരു എസ് ഇട്ട്. ബോയ്സ്, ടോയ്സ്. ഇനി നമ്മുടെ നൗൺ വന്നിട്ട് വൈയിൽ അവസാനിക്കുകയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം കൺസണൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വൈനെ റിമൂവ് ചെയ്തിട്ട് IES ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? പ്ലൂരൽ ഉണ്ടാക്കാൻ വേണ്ടി. അതിന് എക്സാമ്പിൾ എന്താ പറയുക? സ്റ്റോറി. ഇതിലെന്താണ്? ഈ സ്റ്റോറിയിലെ അവസാനത്തെ അക്ഷരം ഏതാണ്? വൈ ആണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ്? ആറാണ്. ഏതാണ്? കൺസണൻ്റ് ആണ്. അപ്പോൾ കൺസണൻ്റ് പറഞ്ഞാൽ ഏതാണ്? എ, ഇ, ഐ, ഒ, യു എന്നല്ലാത്ത ആ വവ്വലല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം കൺസണൻ്റ് എന്നാണ് പറയുക. ആ കൺസണൻ്റ് ആണ് വരുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വൈനെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? അവിടെ IES ആഡ് ചെയ്യണം. സ്റ്റോറീസ്, കൺട്രി എന്നെഴുതാം. ഈ വൈനെ മാറ്റി എന്ത് ചെയ്യണം? നമ്മൾ IES എഴുതണം. അങ്ങനെയാണ് കൺട്രീസ്. അപ്പോൾ നമ്മൾ എന്താണ് റൂൾ 3 പറയുന്നത്? ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ അവസാനം വൈ വരികയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം വവ്വലാണ് വരുന്നത്. വവ്വൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? എ, ഇ, ഐ, ഒ, യു ആണ് വരുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? എസ് വെറുതെ ലാസ്റ്റ് ആഡ് ചെയ്താൽ ആ സിംഗുലർ കൗണ്ടബിൾ നൗണിനെ പ്ലൂരലാക്കാൻ പറ്റും. എക്സാമ്പിളാണ് ബോയ്സ്, ടോയ്സ്. ഇനി നമ്മുടെ സിംഗുലർ കൗണ്ടബിൾ നൗൺ വൈയിൽ അവസാനിക്കുകയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം കൺസണൻ്റ് ആവുകയും ചെയ്താൽ, അപ്പോൾ ഈ കൺസണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വവ്വലല്ലാത്ത ബാക്കി അക്ഷരങ്ങളെല്ലാം എന്താ പറയുക? കൺസണൻ്റ് എന്നാണ് പറയുക. അങ്ങനെ കൺസണൻ്റ് വരികയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വൈനെ റിമൂവ് ചെയ്തിട്ട് IES ആഡ് ചെയ്യണം. എക്സാമ്പിളാണ് കൺട്രീസ്, സ്റ്റോറീസ്. ഇനി നമുക്ക് റൂൾ 4 നോക്കാം. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ഒരു കോമ്പൗണ്ട് നൗൺ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എസ്സോ അല്ലെങ്കിൽ ESO എന്തിൽ ആഡ് ചെയ്യും? മെയിൻ വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്തും. എന്തിനു വേണ്ടിയിട്ട്? പ്ലൂരലാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു കോമ്പൗണ്ട് നൗണിനെ പ്ലൂരലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ വേർഡിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർക്കണം. അപ്പോൾ എന്താണ് ഈ കോമ്പൗണ്ട് നൗൺ? 2 നൗണുകൾ ചേർത്ത് വയ്ക്കുന്നതാണ് കോമ്പൗണ്ട് നൗൺ. എക്സാമ്പിളാണ് സിസ്റ്റർ ഇൻ ലോ, മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ. അങ്ങനെ നമ്മൾ ചേർത്ത് വയ്ക്കുന്ന നൗണുകളാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. നൗണ്, പ്രിപ്പോസിഷൻ, നൗണ്. കോമ്പൗണ്ട് നൗൺ പറഞ്ഞാൽ എന്താണ്? നൗണ്, പ്രിപ്പോസിഷൻ പ്ലസ് ഒരു നൗണ്. അങ്ങനെ വേറൊരു നൗൺ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് പറഞ്ഞാൽ സിസ്റ്റർ ഇൻ ലോ. അപ്പോൾ അതിൽ മെയിൻ വേർഡ് എന്താണ്? സിസ്റ്റർ. അപ്പോൾ അതിൻ്റെ കൂടെ എസ് ചേർത്ത് എന്തായി? നമുക്ക് പ്ലൂരൽ കിട്ടി. സിസ്റ്റേഴ്സ് ഇൻ ലോ, ബോയ്ഫ്രണ്ട്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്. മിനിസ്റ്ററാണ് മെയിൻ. അപ്പോൾ മിനിസ്റ്റേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ റൂൾ 4 എന്താ പറയുന്നത്? നമ്മൾ കോമ്പൗണ്ട് നൗൺ ആണ് വെച്ചാൽ നമ്മൾ എസ്ഒ അല്ലെങ്കിൽ ESO മെയിൻ വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് പ്ലൂരൽ ഉണ്ടാക്കാൻ പറ്റുക. സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ. ഇവിടെ സിസ്റ്റർ എന്ന് പറയുന്നതിൻ്റെ മെയിൻ വേർഡ്. അപ്പോൾ അതിൻ്റെ കൂടെ എസ് ചേർത്തിട്ടാണ് നമ്മൾ സിസ്റ്റർ ഇൻ ലോയുടെ
പ്ലൂറലായ സിസ്റ്റേഴ്സിൻ ലോ ഉണ്ടാക്കുക. ബോയ് ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സാണ് മെയിൻ, അപ്പോൾ ബോയ് ഫ്രണ്ട്സ്. ചീഫ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്ററാണ് മെയിൻ, അപ്പോൾ അതിൻ്റെ കൂടെ എസ് ചേർക്കുന്നു. അതല്ലാതെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ വിമൺ ഡോക്ടർ, അതിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് വിമൻ ഡോക്ടർ. കാരണം വുമൻ്റെ പ്ലൂറൽ വിമൻ ആണ്, അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തതാണ് റൂൾ 5. ISൽ അവസാനിക്കുന്ന സിംഗുലർ കൗണ്ടബിളായ ചില നൗണുകളെ നമ്മൾ ആ IS റിമൂവ് ചെയ്തിട്ട് ES ചേർത്താൽ നമ്മൾക്ക് പ്ലൂറൽ കിട്ടും. അതായത് ചില സിംഗുലർ കൗണ്ടബിൾ നോൺ എൻഡ് ചെയ്യുന്നത് IS എന്ന് വെച്ചിട്ടാണ്. എക്സാമ്പിൾ ക്രൈസിസ്. അപ്പോൾ ആ ക്രൈസിസിനെ പ്ലൂറലാക്കാൻ എന്ത് ചെയ്യണം? ആ ISനെ റിമൂവ് ചെയ്തിട്ട് ES ആക്കണം. ക്രൈസിസ്, ക്രൈസസ്, ബേസിസ്, ബേസസ്, നാർക്കോസിസ്, നാർക്കോസസ്, ആക്സിസ്, ആക്സസ്. ഇനി അടുത്ത റൂൾ നോക്കാം. റൂൾ 6. ഇതേപോലെ ചില സിംഗുലർ കൗണ്ടബിൾ നോൺ എൻഡ് ചെയ്യുന്ന എന്തിലാണ്? USലാണ്. എക്സാമ്പിൾ റേഡിയസ്. ഇതിനെ നമ്മൾക്ക് പ്ലൂറലായിട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ ലാസ്റ്റ് ഒരു I ആഡ് ചെയ്താൽ മതി. റേഡിയസ്, റേഡിയൈ, ഫോക്കസ്, ഫോസൈ, ഫംഗസ്, ഫംഗൈ. അപ്പോൾ ഇങ്ങനെയുള്ള ലാസ്റ്റ് US വരുന്ന സിംഗുലർ കൗണ്ടബിൾ നൗണിനെ, ചില സിംഗുലർ കൗണ്ടബിൾ നൗണിനെ പ്ലൂറലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ US മാറ്റിയിട്ട് I ആഡ് ചെയ്താൽ മതി. ഫംഗസ്, ഫംഗൈ. അടുത്തത് റൂൾ 7. അതേപോലെ ചില സിംഗുലർ കൗണ്ടബിൾ നൗൺ എൻഡ് ചെയ്യുന്നത് UM വെച്ചിട്ടായിരിക്കും. അവയെ പ്ലൂറലാക്കാൻ എന്ത് ചെയ്താൽ മതി? അവയെ UM റിമൂവ് ചെയ്തിട്ട് A ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. അതായത് ഞാൻ പറയുന്നത് ചില സിംഗുലർ കൗണ്ടബിൾ നോൺ എൻഡ് ചെയ്യുക UMലാണ്. അതാണ് ഡാറ്റം. ഡാറ്റം ഇതിൽ അവസാനിപ്പിക്കുന്നത് UMലാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ പ്ലൂറലാക്കാൻ എന്ത് ചെയ്താൽ മതി? ആ UM എടുത്ത് കളഞ്ഞ് അവിടെ A ആഡ് ചെയ്താൽ മതി. ഡാറ്റത്തിൻ്റെ ഡാറ്റം പറയുന്നത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറൽ എന്താണ്? ഡാറ്റ. ബാക്ടീരിയം പറയുന്നത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറൽ എന്താണ്? ബാക്ടീരിയ. മീഡിയം, മീഡിയത്തിൻ്റെ പ്ലൂറൽ എന്താണ്? മീഡിയ. അടുത്തത് റൂൾ 8. നമ്മുടെ ഈ ഒരു റൂളൊന്നും ഫോളോ ചെയ്യാതെ നമ്മൾക്ക് തോന്നിയ പോലെ കിട്ടുന്ന പ്ലൂറലുകളുണ്ട്. അതാണ് മാൻ, മെൻ, പേഴ്സൺ, പീപ്പിൾ, ചൈൽഡ്, ചിൽഡ്രൻ, ഓക്സ്, ഓക്സൻ, മാൻ, മെൻ, വുമൺ, വിമൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലൂറലുകളും ഉണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് അറിയേണ്ട വേറൊരു കാര്യം, AN തുടങ്ങിയ 1 അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലാതെ നമുക്ക് എല്ലാവരുടെയും യൂസ് ചെയ്യാൻ പറ്റുകയില്ല. എക്സാമ്പിൾ, A പെൻ എഴുതാൻ പറ്റും, 1 പെൻ എഴുതാൻ പറ്റും, ആൻ ഓറഞ്ച്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ എഴുതുക, നമ്മളിങ്ങനെ പറയാം മലയാളത്തിൽ, ഒരു പേന തരുമോ? അല്ലാതെ ഒരു പേനകൾ തരുമോ എന്ന് പറയാൻ പറ്റില്ല. A പെൻസ്, അത് തെറ്റാണ്. നമ്മൾ എൻ്റെ കൂടെ പ്ലൂറൽ യൂസ് ചെയ്യാൻ പറ്റുകയില്ല. നമ്മളെന്താ പറയുക? സാധാരണ ഒരു പേന തരുമോ? അപ്പോൾ A പെൻ, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് തരുമോ? ആൻ ഓറഞ്ച്. നമ്മൾ എന്ത് പറയരുത്? ഒരു പേനകൾ തരുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ 1 അല്ലെങ്കിൽ A അല്ലെങ്കിൽ ആൻ വന്നാൽ അതിൻ്റെ കൂടെ സിംഗുലർ കൗണ്ടബിൾ നോൺ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, പ്ലൂറൽ കൗണ്ടബിൾ നോൺ ഉപയോഗിക്കാൻ പറ്റില്ല. Aയും ആനും ആർട്ടിക്കിളാണ്. 1 എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ആണ്. എന്താണ് ഡിറ്റർമിനൻ്റ്? ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഈ 1നാണ് പ്രാധാന്യം കൊടുക്കുന്നത്. യു ഗിവ് മീ എ പെൻ, നിങ്ങൾ എനിക്കൊരു പേന തരും. അപ്പോൾ അത് മാറ്റിയിട്ട് യു ഗിവ് മീ 1 പെൻ ഫ്രം യുവർ ബോക്സ്. അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ ഒരു പേന മാത്രം. അവിടെ ഒരു രണ്ടാമത്തെ പറഞ്ഞ 1ന് ആണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. 1 പറഞ്ഞ സെൻറ്റൻസിൽ 1നാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, പേനയ്ക്കല്ല. അതേസമയം ആദ്യത്തെ പെൻസിൽ യു ഗിവ് മീ എ പെൻ എന്ന് പറഞ്ഞാൽ പേനയ്ക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഇതാണ് ഡിഫറൻസ്. അപ്പോൾ 1 പെൻ എന്ന് പറഞ്ഞാൽ 1നാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതേസമയം A പെൻ എന്ന് പറഞ്ഞാൽ പേനയ്ക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ ഇമ്പോർട്ടൻ്റ് 1ഉം ഇവിടെ ഇമ്പോർട്ടൻ്റ് പേനയുമാണ്. ഇതാണ് ഡിഫറൻസ്. ഇനി അടുത്തത്, നമ്മൾ ഹൈഫനിട്ട് എഴുതുന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ. ഹീ ഗേവ് മീ, എക്സാമ്പിൾ പറയാം, അപ്പോൾ മനസ്സിലാവുള്ളത്. ഹീ ഗേവ് മീ എ 1 rupee നോട്ട്. ഇവിടെ എന്താണ്? A അല്ലെങ്കിൽ A വന്നു, പിന്നെ ഒരു നമ്പർ വന്നു, അതിൻ്റെ കൂടെ നോണിൻ്റെ ഇതും വന്നു. അപ്പോൾ ഇതിലെന്താണ് ചെയ്യേണ്ടത്? A വന്നാൽ ഇവിടെ സിംഗുലർ കൗണ്ടബിൾ നോൺ ആയിരിക്കണം വെക്കേണ്ടത്. നമുക്കിങ്ങനെ എഴുതാൻ പറ്റില്ല. ഹീ ഗേവ് മീ എ 1 rupee നോട്ട്സ് എന്ന് എഴുതാൻ പറ്റില്ല.
ക്ലിയർ ആണല്ലോ. അതേസമയം ഹി ഗിവ് മീ 10 1 rupee നോട്ട്സ്. നമ്മളിവിടെ എ ആണ് വയ്ക്കുന്നത് വെച്ചാൽ അറ്റത്തുള്ളത് സിംഗുലർ കൗണ്ടബിൾ നൗൺ ആയിരിക്കണം. അതേസമയം ഇവിടെ ഒരു പ്ലൂരലാണ് വെച്ചാൽ നമ്മുടെ ലാസ്റ്റുള്ളത് എന്തായിരിക്കണം? പ്ലൂരൽ കൗണ്ടബിൾ നൗൺ ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് സിംഗുലർ കൗണ്ടബിൾ നൗൺ ആയിട്ടുള്ള ഒരു വാക്ക് പറയാണ്. ഹി സ്റ്റേയ്ഡ് ഇൻ എ 3-bedroom ഫ്ലാറ്റ്. ഇവിടെ എ വന്നതുകൊണ്ട് ഇവിടെ ഫ്ലാറ്റ് എന്ന് വയ്ക്കാനേ പറ്റുകയുള്ളൂ. ഇവിടെ എന്താണ്? എ അല്ലെങ്കിൽ ആൻ അല്ലെങ്കിൽ വൺ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സിംഗുലർ കൗണ്ടബിൾ നൗൺ ആയിരിക്കണം വെക്കേണ്ടത്. ഹി റെൻറ്റഡ് 10 2-bedroom ഫ്ലാറ്റ്സ്. ഇവിടെ നമ്മൾ എന്താണ് 10 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ വരാൻ പറ്റുള്ളൂ? പ്ലൂറൽ കൗണ്ടബിൾ നൗണേ വരാൻ പറ്റുള്ളൂ. അതിന് എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. മൈ ഗേൾ ഫ്രണ്ട് ഗേവ് മീ എ 20 rupee നോട്ട്. കാരണം ഇവിടെ എ ആണ് വന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ SEN ആയിരിക്കും, സിംഗുലർ കൗണ്ടബിൾ നൗൺ ആയിരിക്കണം. അടുത്ത എക്സാമ്പിൾ നോക്ക്. ഇവിടെ 10 ആണ് വന്നത്, അതുകൊണ്ട് ഇവിടെ പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ആയിരിക്കണം. അടുത്ത് തന്നിട്ടുണ്ട് ഐ ബോട്ട് എ 2-room ഫ്ലാറ്റ്. അപ്പോൾ എന്താണ്? എ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതുകൊണ്ട് ഫ്ലാറ്റ് ആയിരിക്കണം. അതേസമയം അടുത്തതിൽ ഐ ബോട്ട് 2-room ഫ്ലാറ്റ്സ്. ഇവിടെ എന്താണ്? 2 വെച്ചിട്ടുണ്ട്, അവിടെ എന്തായിരിക്കണം? പ്ലൂരൽ കൗണ്ടബിൾ നൗൺ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ റിവൈൻഡ് ചെയ്യാം. എന്തൊക്കെയാണ് പഠിച്ചത്? റൂളുകളാണ് പഠിച്ചത്. എന്തിനുള്ള റൂളുകൾ? നമ്മൾ സിംഗുലർ കൗണ്ടബിൾ നൗണിനെ പ്ലൂരൽ കൗണ്ടബിൾ നൗൺ ആക്കാനുള്ള റൂളുകൾ. നമ്മൾ എന്താണ് സാധാരണ ചെയ്യേണ്ടത്? സാധാരണ സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ അറ്റത്ത് എസ് ചേർത്താൽ ആ സിംഗുലർ കൗണ്ടബിൾ നൗൺ പ്ലൂരലാകും. എക്സാമ്പിളാണ് പെൻ പെൻസ്, ബുക്ക് ബുക്സ്, ടേബിൾ ടേബിൾസ്. ഇനി അടുത്ത റൂൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ സിംഗുലർ കൗണ്ടബിൾ നൗൺ എസ് അല്ലെങ്കിൽ SS അല്ലെങ്കിൽ ES അല്ലെങ്കിൽ SH CH X Z എന്നിവയിൽ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവയെ കൂടെ ES ആഡ് ചെയ്യണം. അപ്പോൾ അവ പ്ലൂരലാകും. ഗ്ലാസ് ഗ്ലാസസ്, ബസ് ബസസ്, ഡിഷ് ഡിഷസ്, ബെഞ്ച് ബെഞ്ചസ്, ടാക്സ് ടാക്സസ്, ഫോക്സ് ഫോക്സസ്, ക്യൂസ് ക്യൂസസ്. ഇനി അടുത്ത റൂൾ എന്താ പറയുന്നത്? നമ്മുടെ സിംഗുലർ കൗണ്ടബിൾ നൗണ് വൈയിൽ അവസാനിക്കുകയും അതിന് തൊട്ട് മുമ്പ് വോവലാണെങ്കിൽ, വോവൽ പറഞ്ഞാൽ ഇതൊക്കെയാണ് AEIOU ആണെങ്കിൽ അവയിൽ നമ്മൾ എന്ത് ചെയ്യണം? എസ് ആഡ് ചെയ്താൽ നമുക്ക് പ്ലൂരൽ കിട്ടും. ഇനി നമ്മുടെ സിംഗുലർ കൗണ്ടബിൾ നൗൺ വൈയിൽ അവസാനിക്കുകയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം കൺസോണൻ്റ് ആവുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വൈയിനെ തട്ടിക്കളഞ്ഞിട്ട് അവിടെ IES ചേർക്കണം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബോയ് ബോയ്സ്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? വൈയിൻ്റെ മുമ്പർത്ത് വോവലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെറും ഒരു എസ് ആഡ് ചെയ്താൽ മതി. അതേസമയം നമ്മൾ സ്റ്റോറി എടുക്കുകയാണ്. സ്റ്റോറിൻ്റെ എന്താണ്? അവസാനത്തെ അക്ഷരം വൈ ആണ്, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം എന്താണ്? കൺസോണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? വൈയിനെ വെട്ടിക്കളഞ്ഞ് അവിടെ IES ചേർക്കണം. സ്റ്റോറി സ്റ്റോറീസ്. ഇനി റൂൾ 4 എന്താ പറയുന്നത്? കോമ്പൗണ്ട് നൗൺ ആണ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കോമ്പൗണ്ട് നൗണിനെ പ്ലൂരലാക്കാൻ വേണ്ടി മെയിൻ വേർഡിൻ്റെ കൂടെ എസ് ചേർത്താൽ അല്ലെങ്കിൽ ES ചേർത്താൽ അത് പ്ലൂരലാകും. എക്സാമ്പിളാണ് സിസ്റ്റർ-ഇൻ-ലോ സിസ്റ്റേഴ്സ്-ഇൻ-ലോ ആകുന്നത്, ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട്സ്, ചീഫ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റേഴ്സ്. ഇനി അടുത്ത റൂളാണ് എന്ത്? നമ്മൾ ചില സിംഗുലർ കൗണ്ടബിൾ നൗണ് എൻഡ് ചെയ്യുന്ന എന്തിലായിരിക്കും? ISലായിരിക്കും. അപ്പോൾ അവയെ പ്ലൂരലാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ആ IS എടുത്തു കളഞ്ഞിട്ട് ES ചേർത്താൽ മതി. എക്സാമ്പിളാണ് ബേസിസ് ബേസസ്, ക്രൈസിസ് ക്രൈസസ്, നാർക്കോസിസ് നാർക്കോസസ്, ആക്സിസ് ആക്സസ്. ഇനി റൂൾ 6 എന്താ പറയുന്നത്? ചില സിംഗുലർ കൗണ്ടബിൾ നൗൺ USലായിരിക്കും അവസാനിക്കുക. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ പ്ലൂരലാക്കാൻ ആ USനെ എടുത്തു കളഞ്ഞാൽ I ആഡ് ചെയ്താൽ മതി. ഫംഗസ് ഫംഗൈ, റേഡിയസ് റേഡിയൈ. അടുത്ത എന്താണ് റൂൾ പറയുന്നത്? ചില സിംഗുലർ കൗണ്ടബിൾ നൗണിൽ എന്താ അവസാനിക്കുക? UMലാണ് അവസാനിക്കുക. എക്സാമ്പിളാണ് ഡാറ്റം. അവയെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂരലാക്കാൻ എന്ത് ചെയ്യണം? ആ UM കളഞ്ഞിട്ട് വെറും ആഡ് ചെയ്താൽ മതി. ഡാറ്റം ഡാറ്റ, മീഡിയം മീഡിയ, ബാക്ടീരിയം ബാക്ടീരിയ. ഇനി റൂൾ 8 എന്താ പറയുന്നത്? ഇറഗുലർ പ്ലൂരൽ ഉണ്ട്. അതായത് നമുക്കതൊരു റൂളായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ മാൻ മെൻ, വുമൺ വിമൻ, ഓക്സ് ഓക്സൻ, ചൈൽഡ് ചിൽഡ്രൻ, പേഴ്സൺ പീപ്പിൾ. ഇതിലൊന്നും ഒരു റൂളൊന്നും പറയുന്നില്ല. അത് ഇറഗുലറായിട്ട് വരുന്ന
പ്ലൂറലാണ്. ഇനി അടുത്ത ഒരു റൂളാണ് എന്ത് പറയുന്നത്, വൺ അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ആൻ നമുക്ക് ചേർക്കാൻ പറ്റിയ സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ മാത്രമേ ചേർത്താൻ പറ്റുകയുള്ളൂ. പ്ലൂറൽ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ചേർത്താൻ പറ്റില്ല. അതുപോലെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, അബ്സ്ട്രാക്ട് നൗണിൻ്റെ കൂടെയോ മെറ്റീരിയൽ നൗണിൻ്റെ കൂടെയോ നമ്മൾക്ക് എ ചേർക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ആനോ അല്ലെങ്കിൽ വണ്ണോ ചേർക്കാൻ പറ്റുകയില്ല. യു ക്യാൻ ടെൽ വൺ പീസ് ഓഫ് അയൺ അല്ലെങ്കിൽ വൺ അയൺ പീസ്. അവിടെ നമ്മൾ പീസിനാണ് വണ്ണ് ചേർക്കുന്നത്, അത് മനസ്സിലാക്കുക. എ അല്ലെങ്കിൽ ആൻ പറയുന്നത് ആർട്ടിക്കിളാണ്. വൺ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ആണ്. ഈ ഡിറ്റർമിനൻ്റ് പറയുന്നത് എന്താണ്, വണ്ണ് പറയുമ്പോൾ നമ്മൾ വണ്ണിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേസമയം എ എന്ന് പറയുമ്പോൾ നമ്മൾ നൗണിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഇന്നും എക്സാമ്പിൾ വേറൊന്ന് പറഞ്ഞിരുന്നു. ഇനി പറയാം, ഇഫ് യു ആർ എ കാൻഡിഡേറ്റ് യു ക്യാൻ റൈറ്റ് ദ എക്സാം. എന്താണ് പറയുന്നത്, നിങ്ങളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. അതേസമയം വേറൊന്ന് പറയാണ്, ലോട്ട്സ് ഓഫ് അപ്ലിക്കേഷൻ കെയിം ഫോർ ദിസ് പോസ്റ്റ് ബട്ട് വി സെലക്റ്റഡ് ഓൺലി വൺ കാൻഡിഡേറ്റ്. ആ ഒരു സമയത്ത് എന്താ പറയുന്നത്, വണ്ണിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി എ അല്ലെങ്കിൽ ആൻ അല്ലെങ്കിൽ വണ്ണ്, നമ്പർ ഹൈഫൺ പാർട്സ് ഓഫ് നോണ് അങ്ങനെയാണെങ്കിൽ വെച്ചാൽ ലാസ്റ്റത്തെ നോൺ എന്താണ്, സിംഗുലർ കൗണ്ടബിൾ നോണാണ്. അതുപോലെ പ്ലൂറൽ കൗണ്ടബിൾ നോണാണ് വെച്ചാൽ അവസാനത്തെ നോൺ പ്ലൂറൽ കൗണ്ടബിൾ നോൺ ആയിരിക്കണം. എക്സാമ്പിൾ ഞാൻ തന്നിരുന്നു, മൈ ഗേൾ ഫ്രണ്ട് ഗേവ് മീ എ 20 rupee നോട്ട്. ഇവിടെ എ വന്നതുകൊണ്ട് എന്താണ്, നോട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ, അത് സിംഗുലർ കൗണ്ടബിൾ നോൺ തന്നെ ആയിരിക്കണം. അതേസമയം അടുത്ത എക്സാമ്പിൾ എന്ത് പറഞ്ഞു, മൈ ഗേൾ ഫ്രണ്ട് ഗേവ് മീ 10-20 rupees നോട്ട്. ആ ഒരു സമയത്ത് 10 എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നോട്ട്സ് ആകും. ഇവിടെ നോട്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ കൗണ്ടബിൾ നോൺ ആകും. അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത്, ഐ ബോട്ട് എ 2-bedroom ഫ്ലാറ്റ്. ഇവിടെ എ വന്നതുകൊണ്ടാണ് ഫ്ലാറ്റ് പറയണം, സിംഗുലർ കൗണ്ടബിൾ നോൺ തന്നെയായിരിക്കണം. അതേസമയം ഐ ബോട്ട് 2-bedroom ഫ്ലാറ്റ്സ്, കാരണം എന്താ പറയുന്നത്, 2 എന്ന് വെച്ചുകൊണ്ട് പ്ലൂരലാണ്, അതുകൊണ്ട് ലാസ്റ്റത്തതും പ്ലൂരൽ കൗണ്ടബിൾ നോൺ ആയിരിക്കണം. ഇന്നത്തെ ക്ലാസ് ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.